ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞിട്ട് ഒരു പുഡിംഗ് റെസിപ്പി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ടാങ്ക് പൗഡറും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1.5 കപ്പ് വെള്ളവും ചേർത്ത് ഇളക്കി അത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂണോളം വാനില എസൻസും 1.5 കപ്പ് പാലുമാണ്. ഇതും നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ രണ്ട് മിശ്രിതവും നമുക്ക് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ഒന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ടും ഒരുപോലെ ഒരേ ടൈമിൽ സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിക്കുവാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ കൈവിടാതെ ഇളക്കണം. കോൺഫ്ലോറൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പുഡിംഗ് ട്രേ ആണ്. അതിലോട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 2 ലെയറായിട്ട് 2 കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിച്ച് നോക്കിയാലും എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയതും കൂടെ ആണേ. അപ്പോൾ ഇതുപോലെ ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം ടാങ്കിൻ്റെ മിശ്രിതവും അതുപോലെ പാലിൻ്റെതും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ലെയർ പോലെ കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ ആ ഒരു നമ്മൾ കേക്കിലൊക്കെ ചെയ്യുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ആ ഒരു ഡിസൈൻ കിട്ടും കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ താഴെ തന്നെ വെച്ചാൽ മതി. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. താഴെ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ടാങ്കിൻ്റെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. സെറ്റ് ചെയ്ത് എടുക്കാനുള്ള ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ, അല്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.